എങ്ങനെ ഹോം ലോൺ എടുത്ത് വീട് വാങ്ങിയത്, അത് ഒരു SIP-നെയും കൂടിയും ലിങ്ക് ചെയ്ത് EMI കൂടിയും ഒരുമിച്ച് കൊണ്ടുപോയി ഫ്രീ ആയിട്ട് വീട് കൈക്കലാക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. 25 ലക്ഷം രൂപയുടെ ലോണാണ് എടുത്തേക്കണമെന്ന് വിചാരിക്കുക. ഞാനൊരു പുതിയ വീട് അങ്ങനെയേക്കാൾ ഉപരി ഇപ്പോൾ ആളുകൾക്ക് ഹൗസിംഗ് ലോൺ ഉള്ളവരെ പറ്റിയിട്ടാണ് കൂടുതൽ സംസാരിക്കുന്നത്. അതിനിപ്പോൾ ഒരു 9.25% ഒക്കെ ആയിരിക്കും ഇൻട്രസ്റ്റ് റേറ്റ്. ഇദ്ദേഹം കൊടുക്കുന്ന EMI എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 23,000 രൂപ EMI അടയ്ക്കുന്നു എന്ന് വിചാരിക്കുക. 20 വർഷത്തേക്കായിരിക്കും ഇതിൻ്റെ കാലാവധി. അപ്പോൾ ബാങ്കിനെ പോയി കണ്ടിട്ട് ഈ കുറഞ്ഞ റേറ്റിലേക്ക് മാറ്റിത്തരാനായിട്ട് അവരോട് അപേക്ഷിക്കുക. അവരോട് അപേക്ഷിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ EMI കുറയാനായിട്ട് സാധ്യതയില്ല. അപ്പോൾ നമ്മൾ ടേക്ക് ഓവറിനായിട്ട് നമ്മൾ മറ്റുള്ള ബാങ്കിനെ സമീപിക്കുകയും ഇങ്ങനെ ഒരു ടേക്ക് ഓവറിലേക്ക് മാറുകയും ചെയ്യുക. അപ്പോൾ ഒരു 7.25 കിട്ടിയെന്ന് വയ്ക്കുക. 7 എടുക്കുന്നില്ല, 7.25 എന്നുള്ള രീതിയിലേക്ക് നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ആ EMI എന്ന് പറഞ്ഞത്, ഞാൻ EMI തുക കുറയാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ പറഞ്ഞത് 25 കൊല്ലത്തേക്കായിട്ട് ഡ്യൂറേഷൻ എടുക്കുക. അപ്പോൾ ഏകദേശം ഒരു 18,000 രൂപയായിരിക്കും ഇത്രയും EMI നിന്ന് ഇത്രയും EMIയിലേക്ക് നമ്മൾ കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഡ്യൂറേഷൻ 20 വർഷത്തിൽ നിന്ന് 25 വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. ഈ ഒരു ലെവലിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ബാക്കി സേവിങ്സ് വരുന്നത് ഏകദേശം 4,000 രൂപ നമുക്ക് സേവിങ്സ് വരുന്നുണ്ട്. 4,000 രൂപയുടെ ഡിഫറൻസ് നമുക്ക് വരുന്നുണ്ട്. ആ സേവിങ്സ് SIP ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. നല്ല അഗ്രസീവായിട്ടുള്ള ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇത് 25 വർഷത്തേക്ക് എന്നൊക്കെയാണോ കഴിയുന്നത് ആ ടൈമിലേക്ക് 4,000 രൂപ വെച്ചിട്ട് നിക്ഷേപിക്കാം. അത് ഒരു 12% എന്നുള്ള രീതിയിൽ എക്സ്പെക്റ്റഡ് റിട്ടേൺ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ നമ്മൾ 12 ലക്ഷം രൂപ മൊത്തമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും 25 വർഷത്തേക്ക് അടയ്ക്കണമെങ്കിൽ. ഇത് ഏകദേശം 75 ലക്ഷം രൂപയായിട്ട് 25 വർഷത്തിനുള്ളിൽ ഈ ഫണ്ട് വളരും എന്നുള്ളതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. 18,000 രൂപ EMI വെച്ചിട്ട് നമ്മൾ അടയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടോട്ടലി നമ്മൾ ഈ ലോണ് ക്ലോസ് ചെയ്യുന്ന ടൈമിലാകുമ്പോഴേക്കും നമ്മൾ അടയ്ക്കേണ്ട തുക എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 54 ലക്ഷം രൂപയായിരിക്കും. അപ്പോൾ 54 ലക്ഷം രൂപ വീടിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻക്ലൂഡിങ് ഇൻട്രസ്റ്റ് ആൻഡ് പ്രിൻസിപ്പൾ നമ്മൾ പേ ചെയ്യേണ്ടി വരും. അതോടൊപ്പം തന്നെ ഈ 12 ലക്ഷം രൂപ, കാരണം ഇവിടെ SIP നമ്മൾ അടച്ചല്ലോ, എന്നിരുന്നാൽ 66 ലക്ഷം രൂപ നമ്മൾ ടോട്ടലി വീടിന് വേണ്ടിയിട്ട് നമ്മൾ EMIയും SIPയും കൂടി അടച്ചു. ഇതിൽ നിന്ന് ഒരു വീടും കിട്ടി. ഇത് കഴിയുമ്പോഴേക്കും 25 വർഷം കഴിയുമ്പോൾ ഹൗസും കിട്ടി, അതോടൊപ്പം ഈ 75 ലക്ഷം രൂപയും കിട്ടി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വീട് ഫ്രീ ആയിട്ട് കിട്ടുകയും ചെയ്ത് 9 ലക്ഷം രൂപ എക്സ്ട്രാ നമുക്ക് ഒരു പ്രോഫിറ്റ് എന്നുള്ള രീതിയിൽ എക്സ്പെക്റ്റഡും ആയിട്ട് നമുക്ക് ഇവിടെ സംഭവിച്ചു ഒരു 25 വർഷം കഴിയുമ്പോൾ.